ഇത് നമുക്ക് അധികം മസാല ഒന്നുമല്ലാതെ ഒരു അറബി കബ്സ ചെയ്ത് നോക്കാം. 2 കപ്പ് ബസുമതി റൈസ് നന്നായിട്ട് വാഷ് ചെയ്ത് അരമണിക്കൂറോളം കുതിർക്കാനായിട്ട് മാറ്റി വെച്ചു. സ്റ്റാർ നൈസ്, സാദാ ജീരകം, കുരുമുളക്, ഗ്രാമ്പൂ, പട്ട, 3 ഏലക്കായ നന്നായി ചൂടാക്കി എടുക്കുകയാണ്. ഇത് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. പാൻ ചൂടായി വരുമ്പോൾ ബട്ടർ, ഏലക്കായ, കുരുമുളക്, സാദാ ജീരകം, ഒരു തക്കാളി പേസ്റ്റ് ചെയ്തത്, അല്പം ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, നമ്മളിത് സ്കിന്നുള്ള ചിക്കൻ അല്ല എടുത്തിരിക്കുന്നത്. ഉപ്പ്, 2 സ്ലൈസ് നാരങ്ങ ഇട്ട് കൊടുത്തു, മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്പം വെജിറ്റബിൾ കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ അടച്ചു വെക്കുകയാണ്. ബട്ടർ, ബേ ലീഫ്, വെജിറ്റബിൾ ഓയിൽ, പട്ട, ഏലക്കായ, കുരുമുളക്, സാദാ ജീരകം, സവാള, ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി, അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് സോട്ട് ചെയ്യാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ ചിക്കൻ ഓരോരോ പീസുകളാക്കി എടുത്ത് മാറ്റി ചിക്കന്റെ സ്റ്റോക്കാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള കബ്സ മസാല ഇട്ട് കൊടുത്തു. സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. റൈസ് ദം ആവുന്ന സമയം കൊണ്ട് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഓരോ പീസുകളായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അലൂമിനിയം ഫോയിൽ വെച്ച് അതിന് മുകളിൽ ലിഡ് വെച്ച് ഒട്ടും ആവി പുറത്തു പോവാതെ ഒരു വെയിറ്റ് കൂടി വെച്ച് നന്നായിട്ട് ദം ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. അരമണിക്കൂറോളം ദം ചെയ്ത റൈസ് നമ്മൾ ഓപ്പൺ ആക്കാണ്.